السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്നലെ മാർച്ച് 23 ആയിരുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രത്തിൽ മാർച്ച് 23 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഈ ദിവസമാണ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം ബൈഅത്തിലൂടെ വ്യവസ്ഥാപിതമായ നിലയിൽ അഹമ്മദിയ ജമാഅത്തിന്റെ അടിസ്ഥാനം കുറിച്ചത്. അവിടുന്ന് പറഞ്ഞു, വരാനിരിക്കുന്ന മസീഹെ മഊദും മഹ്ദിയെ മഹൂദും ആരുടെ ആഗമനത്തെക്കുറിച്ചാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത നൽകിയത്, അത് ഞാനാകുന്നു. അവിടുന്ന് പറഞ്ഞു, ഞാൻ അയക്കപ്പെട്ടത് തൗഹീദിനെ സ്ഥാപിച്ചുകൊണ്ട് ദൈവസ്നേഹം ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടിയാണ്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ആഗ്രഹിക്കുന്നത് ഭൂമിയുടെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വസിക്കുന്ന ആ എല്ലാ ആത്മാക്കളെയും യൂറോപ്പിലാകട്ടെ ഏഷ്യയിലാകട്ടെ സത്പ്രകൃതമുള്ള എല്ലാവരെയും തൗഹീദിലേക്ക് വലിച്ചടിപ്പിക്കുകയും തന്റെ ദാസരെ ഏകമതത്തിൽ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുക എന്നാണ്. ഇതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. ഇതിനുവേണ്ടിയാണ് ഞാൻ ലോകത്ത് അയക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ലക്ഷ്യത്തെ പിൻപറ്റുക. എന്നാൽ മൃദുലതയോടും സത്സ്വഭാവത്തോടും ദുആയിൽ ശക്തി ചെലുത്തിക്കൊണ്ടും. വീണ്ടും അവിടുന്ന് പറയുന്നു, ഈ സ്ഥാനവും മാനവും എനിക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും അങ്ങയോടുള്ള സത്യസന്ധമായ അനുരക്തിയും മൂലമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ ലോകത്തിനുമുള്ള സന്ദേശം ഇതാണ്: ഈ റസൂലിനെ സ്നേഹിക്കുക, അദ്ദേഹത്തെ പിൻപറ്റുക. അത് മുഖേന അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. യഥാർത്ഥ ഏകദൈവ വിശ്വാസികളും ആയിത്തീരും. അവിടുന്ന് പറയുന്നു, എല്ലാ ആദം സന്തതികൾക്കും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയല്ലാതെ ഒരു റസൂലോ ശുപാർശകനോ ഇല്ല. അതിനാൽ ഈ പ്രതാപശാലിയായ നബിയോട് ഹൃദയംഗമമായ സ്നേഹം പുലർത്താൻ ശ്രമിക്കുക. മറ്റൊരാൾക്കും അങ്ങയേക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കരുത്. ആകാശത്തിൽ നിങ്ങൾ മോക്ഷം പ്രാപിച്ചവർ എന്ന് എഴുതപ്പെടുന്നതിനു വേണ്ടി
ഓർത്തുകൊള്ളുക, മോക്ഷം എന്ന് പറയുന്നത് മരണത്തിനു ശേഷം മാത്രം വെളിവാകുന്ന ഒന്നല്ല, बल्कि हकीकी नजात മറിച്ച് യഥാർത്ഥ മോക്ഷം ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ പ്രകാശം കാണിക്കുന്നു. नजात या ആരാണ് മോക്ഷം പ്രാപിച്ചവൻ? ദൈവം സത്യമാണെന്നും यकीन रखता है। മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൈവത്തിന്റെയും मुस्तफा മുഴുവൻ സൃഷ്ടിജാലത്തിന്റെയും उसमें ഇടയിൽ तमाम मखलूक ശുപാർശകനാണെന്നും दरमियानी ആകാശത്തിനു കീഴിൽ അവിടുത്തെ പദവിയിലുള്ള മറ്റൊരു നബിയും ഇല്ലെന്നും ഖുർആന് കിടനിൽക്കുന്ന ഒരു ഗ്രന്ഥവും ഇല്ലെന്നും അള്ളാഹു ആരെയും कुरान ചിരഞ്ജീവിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ഈ മഹാനായ പ്രവാചകൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ. कि वो हमेशा जिंदा रहे, मगर ये बरगुज़ीदा नबी हमेशा के लिए जिंदा है। ये है वो मुकाम ഇതാണ് ആ സ്ഥാനവും और मोहब्बत സ്നേഹവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് जिसका आपने അങ്ങേക്കുണ്ടായിരുന്നത്. हमेशा അതവിടുന്ന് भरपूर इज़्ज़त എല്ലായ്പ്പോഴും പരിപൂർണമായ നിലയിൽ പ്രകടിപ്പിച്ചു. अपने मानने वालों को തന്നെ വിശ്വസിക്കുന്നവരെയും ഈ കാര്യത്തിനായി ഉപദേശിച്ചു. यकीन की कि वो അവർ इस मोहब्बत और ഈ സ്നേഹത്തെയും ഈ സ്ഥാനത്തെയും തങ്ങളുടെ മുന്നിൽ വെക്കുക. जालिम है वो लोग ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമും मसीह मौद അങ്ങേ വിശ്വസിക്കുന്നവരും നഊദു ബില്ലാ इस्लाम और आपके മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനത്തേക്കാൾ കുറവായിട്ടാണ് റസൂൽ തിരുമേനിയുടെ സ്ഥാനം കാണുന്നത് എന്ന് പറയുന്നവർ അക്രമികളാണ്. कम करते हैं। और आज ഇന്ന് അൾജീരിയയിലും अहमदियों पर അഹമ്മദികളിൽ ഈ ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. और लगा ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് यहाँ तक അവരെ ജയിലുകളിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഏതുവരെ എന്നാൽ ഇപ്പോൾ हाथ डालने शुरू कर दिए, उन पर मुकदमे का സ്ത്രീകളുടെ മേലും ഇവർ കൈവക്കാൻ തുടങ്ങിയിരിക്കുന്നു. कई कई घंटे सफर करवा അവർക്കെതിരെ കേസുകൾ ഉണ്ടാക്കുന്നു. അനേകം മണിക്കൂറുകൾ യാത്ര ചെയ്യിപ്പിച്ച് बच्चों के साथ പാല് കുടിക്കുന്ന ഏതാനും മാസം പ്രായമുള്ള കുട്ടികളുള്ള സ്ത്രീകളെ മറ്റു നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അവർക്കെതിരിൽ കേസെടുക്കുന്നു, ജയിലിലടക്കുന്നു. എന്നാൽ സ്ത്രീകളും पैगाम भिजवा रही हैं। എനിക്ക് ഈ സന്ദേശമാണ് അയച്ചു തരുന്നത്, मसीह मौद ഞങ്ങൾ को മസീഹെ മൗദിനെ വിശ്വസിച്ചിരിക്കുന്നു. हमने और इस मानने के बाद ही हमें हकीकी तौहीद ഈ വിശ്വാസത്തിനു ശേഷമാണ് ഞങ്ങൾക്ക് യഥാർത്ഥ തൗഹീദും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ സ്ഥാനവും മാനവും അങ്ങയോടുള്ള സത്യസന്ധമായ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യവും മനസ്സിലായത്. हम किस तरह अपने ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധിക്കുക? जहाँ हम ये दुआ ഒരു ഭാഗത്ത് നാം ഇപ്രകാരം ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ഈ അഹമ്മദികൾക്ക് आसानियां ആ രാജ്യങ്ങളിൽ എളുപ്പം ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. हमारी ये അതോടൊപ്പം നമുക്ക് ഈ ദുആയും ഉണ്ട്, അല്ലാഹു മുസ്ലിങ്ങൾക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ आशिक के साथ സത്യസന്ധനായ പ്രേമിയെ വിശ്വസിക്കുന്നതിനുള്ള തൗഫീക്കും നൽകുമാറാകട്ടെ. ആരാണോ അള്ളാഹുവിന്റെ വാഗ്ദാനമനുസരിച്ച് वादे के തൗഹീദിന്റെ സംസ്ഥാപനത്തിനും क़याम ഇസ്ലാമിന്റെ और इस्लाम की नशत सानी പുനരുജ്ജീവനത്തിനും വേണ്ടി വന്നിരിക്കുന്നത്, अल्लाह ताला से मोहब्बत അള്ളാഹുവിനോടുള്ള സ്നേഹവും और तौहीद के തൗഹീദിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി आपकी അങ്ങയുടെ വ്യാകുലതയുടെ ഒരു തിളക്കം आपके അങ്ങയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. पास से मिलती है। और फरमाते അവിടുന്ന് പറയുകയാണ്, हैं, अल्लाह ताला को അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, हैं कि दे നോക്കുക, मेरी रूह എന്റെ ആത്മാവ് आए तवक्कुल പരിപൂർണമായ തവക്കുൽ കൊണ്ട് നിന്നിലേക്ക് ऐसी പക്ഷി തന്റെ കൂട്ടിലേക്ക് പറന്നുയരുന്നത് പോലെ പറന്നുയരുന്നു. अपने आशियाने की तरफ आता है। അതുകൊണ്ട് ഞാൻ നിന്റെ കുതിരത്തിന്റെ അടയാളം ആഗ്രഹിക്കുന്നു. लेकिन ना अपने लिए और ना अपनी इज्जत എനിക്ക് വേണ്ടിയോ എന്റെ ആദരവിനു വേണ്ടിയോ അല്ല. मंद हूं, ना अपने लिए ना अपनी इज्जत ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടിയോ എന്റെ ആദരവിനു വേണ്ടിയോ അല്ല, മറിച്ച് के लोग ആളുകൾ നിന്നെ തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ്, और तेरी നിന്റെ പരിശുദ്ധ മാർഗങ്ങളെ പിൻപറ്റുന്നതിനു വേണ്ടി. और जिसको तू ആരെയാണോ നീ അയച്ചിട്ടുള്ളത് उसकी तकसीम അദ്ദേഹത്തെ വ്യാജപ്പെടുത്തിക്കൊണ്ട് നേർമാർഗത്തിൽ നിന്ന് വിദൂരപ്പെടാതിരിക്കാൻ.
मैं गवाही देता हूँ പറയുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, നീയാണ് എന്നെ അയച്ചിട്ടുള്ളത്. और मेरी ताईद में എന്നെ പിന്തുണച്ചുകൊണ്ട് വലിയ വലിയ അടയാളങ്ങൾ പ്രകടമാക്കി. ഏതുവരെ എന്നാൽ സൂര്യനും ചന്ദ്രനും കൽപ്പന നൽകി. कि वो रमजान में पेश അത് റമദാനിൽ പ്രവചനത്തിന്റെ തീയതി അനുസരിച്ച് में आवे। ഗ്രഹണത്തിലാകണം. मैं तुझे पहचान ഞാൻ നിന്നെ തിരിച്ചറിയുന്നു, कि तू ही നീ തന്നെയാണ് എന്റെ ദൈവം. और इस അതുകൊണ്ട് എന്റെ ആത്മാവ് നിന്റെ നാമം കാരണം ऐसी उछलती മുല കുടിക്കുന്ന കുട്ടി जैसा कि മാതാവിനെ കാണുമ്പോൾ തുള്ളിച്ചാടുന്നത് പോലെ തുള്ളിച്ചാടുന്നു. लेकिन എന്നാൽ अक्सर लोगों ने ഭൂരിഭാഗം ആളുകളും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല, और ना സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. इस बात से ഈ കാര്യത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് से मोहब्बत അള്ളാഹുവിനോടുള്ള സ്നേഹവും उसकी अजमत അവന്റെ മഹത്വവും സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള വേവലാതി കാണാൻ സാധിക്കുന്നതോടൊപ്പം മനുഷ്യരെ इंसानियत को രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള बेचैनी का അസ്വസ്ഥതയുടെ ശക്തമായ പ്രകടനവും നമുക്ക് കാണാൻ സാധിക്കുന്നു. और क्यों ना हो, എന്തുകൊണ്ടങ്ങനെയല്ല? आप ही तो आखिरी जमाने അദ്ദേഹം തന്നെയാണ് അവസാന കാലഘട്ടത്തിൽ वसल्लम की റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം ഹൃദയത്തിൽ സ്ഥാപിക്കുന്നവരായിട്ടുള്ളത്. और खुद न सिर्फ कायम करने वाले हैं और खुद भी अल्लाह ताला के സ്ഥാപിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, സ്വയം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ മുങ്ങി നിൽക്കുന്നവരാണ്. അള്ളാഹുവിനോടുള്ള ഈ സ്നേഹത്തിന്റെയും ഇഷ്കിന്റെയും കനൽ മറ്റുള്ളവരുടെ ഹൃദയത്തിലും ഉണ്ടാകണം എന്ന വ്യാകുലത അങ്ങേക്ക് എത്രമാത്രമായിരുന്നു. ഇതിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, क्या बदबख्त वो इंसान സർവശക്തനായ ഒരു ദൈവം ഉണ്ടെന്ന് ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവൻ എത്രമാത്രം നിർഭാഗ്യവാൻ. जिसको अब तक ये पता नहीं कि उसका एक खुदा है जो हर एक चीज पर कादिर है। हमारा നമ്മുടെ സ്വർഗം നമ്മുടെ ദൈവമത്രേ. നമ്മുടെ ഉന്നതമായ ആനന്ദാനുഭൂതികൾ നമ്മുടെ ദൈവത്തിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവനെ കണ്ടിരിക്കുന്നു, खूबसूरती उसमें पाई। എല്ലാ സൗന്ദര്യങ്ങളും അവനിൽ കണ്ടെത്തിയിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടാലും സ്വന്തമാക്കേണ്ട സമ്പത്താണവൻ. और ये लाल ജീവനും സർവസ്വവും നഷ്ടപ്പെട്ടാലേ ലഭ്യമാകൂ എന്ന് വന്നാലും दूध खोने से വില കൊടുത്തു വാങ്ങേണ്ട രക്തമാകുന്നു അത്. അല്ലയോ ഹതഭാഗ്യരെ, ഇതാ ഈ നീർധാരയിലേക്ക് ഓടിയടുക്കുവിൻ. तुम्हें से राब അത് നിങ്ങളെ വയറു നിറയെ കുടിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുന്ന ജീവസ്രോതസ്സാണിത്. मैं क्या ഞാൻ എന്തു ചെയ്യാനാണ്? ഈ സന്തോഷവർത്തമാനം ഹൃദയങ്ങളിൽ കുടിയിരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാ നിങ്ങളുടെ ദൈവം എന്ന് ഏത് ചെണ്ടകൊട്ടിയാണ് ഞാൻ വിളംബരം ചെയ്യേണ്ടത്? ലോകർ കേൾക്കുമാറാകാൻ, और किस दवा ലോകരുടെ കാതു തുറപ്പിക്കാൻ ഏത് ഔഷധം കൊണ്ടാണ് ഞാൻ ചികിത്സിക്കേണ്ടത്? बस किस कदर എത്രമാത്രം दर्द है വേദനയാണ് इन अल्फाज की, ഈ വാക്കുകളിൽ ഉള്ളത് बल्कि എന്നല്ല, कि हर हर लफ्ज में दर्द के ഓരോ വാക്കിലും कई വേദനയുടെ അനേകം വശങ്ങൾ മറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. लफ्ज में कि कई पर ഓരോ വാക്കിനും അനേകം പുറങ്ങളുണ്ട്, ഓരോ പുറത്തിലും വേദനയുണ്ട്. और इनकी गहराई ഇതിന്റെ ഗഹനതയിൽ हर एक ഓരോരുത്തർക്കും अपने അവരുടെ കഴിവും ഗ്രാഹ്യവും അനുസരിച്ച് പോകാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒരാൾ എത്രത്തോളം തന്നെ अपनी इस्तेदाद തന്റെ കഴിവനുസരിച്ച് എത്തിയാലും रूहानियत ആത്മീയതയിൽ गैर मामूली അസാധാരണമായ बुलंदी और ഉയർച്ചയ്ക്കും അസാധാരണമായ तरक्की हासिल करने वाला പുരോഗതിയും കരസ്ഥമാക്കുന്നവരായി തീരും. फिर खुदा ताला की വീണ്ടും इबादत, അള്ളാഹിനോടുള്ള खुदा ताला ആരാധനയെക്കുറിച്ചും की से मोहब्बत की नसीहत അവനോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, कि अगर खुदा के हो जाओ നിങ്ങൾ ദൈവത്തിന്റേതായി തീരുമെങ്കിൽ यकीनन समझो ദൈവം നിങ്ങളുടേത് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. तुम നിങ്ങൾ ഉറങ്ങുമ്പോൾ और खुदा ताला നിങ്ങൾക്കു വേണ്ടി അവൻ ഉണർന്നിരിക്കും. तुम दुश्मन നിങ്ങൾ ശത്രുവിനെക്കുറിച്ച് और खुदा അശ്രദ്ധരായിരിക്കുമ്പോൾ അള്ളാഹു ശത്രുവിനെ നോക്കിപ്പാർക്കും. നിങ്ങളുടെ ശത്രുവിന്റെ ആസൂത്രണങ്ങളെ അവൻ തകർത്തുകൊള്ളും. कि तुम നിങ്ങളുടെ ദൈവത്തിൽ എന്തെന്ന് അത്ഭുതങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുനിയാവിനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയില്ല. सख्त गमगीन हो തന്റെ പക്കൽ ഒരു വൻ നിധി ഉണ്ടായിരിക്കെ ചില്ലിക്കാശ് നഷ്ടപ്പെട്ടതിനെ ചൊല്ലി ആരെങ്കിലും കരയുകയും അലമുറ കൂട്ടുകയും മരിക്കാനൊരുങ്ങുകയും ചെയ്യാറുണ്ടോ? और हलाक होने लगता है। फिर अगर तुम നിങ്ങൾക്ക് ഈ നിധിയെക്കുറിച്ച് അറിയാമെങ്കിൽ
कि खुद നിങ്ങളുടെ ഓരോ ആവശ്യത്തിന്റെയും അവസരത്തിൽ हर एक हाजत के നിങ്ങൾക്ക് സഹായത്തിനായി ദൈവം ഉണ്ടെന്നറിഞ്ഞെങ്കിൽ നിങ്ങൾ ദുനിയാവിനു വേണ്ടി तुम दुनिया സ്വയം അവനെ മറക്കുന്നതെന്തിന്? खुदा एक प्यारा ദൈവം ഏറ്റവും പ്രിയപ്പെട്ട നിധിയാകുന്നു. की कदर करो അതിനെ വിലമതിക്കുവിൻ. कि वो तुम ഓരോ കാൽവെപ്പിലും അവൻ നിങ്ങളുടെ സഹായകനാകുന്നു. അവനെ കൂടാതെ നിങ്ങൾ ഒന്നുമല്ല. और ना तुम्हारे असबाब നിങ്ങളുടെ ഉപകരണങ്ങളും ഉപായങ്ങളും ഒരു വസ്തുവുമല്ല. तुम आते हैं गैर कौम അന്യസമുദായങ്ങളെ അനുകരിക്കരുത്. कि जो बुक അവർ പൂർണ്ണമായും ഭൗതികതയിൽ വീഴപ്പെട്ടവരാണ്. दुनियादारी और मादियत के अलावा उनमें कुछ नहीं। ഭൗതികതയും അല്ലാതെ അവർക്ക് മറ്റൊന്നും ഇല്ല. सांप मिट्टी खाता പാമ്പ് മണ്ണ് തിന്നുന്നതുപോലെ അവർ നിസ്സാരമായ असबाब की मिट्टी खाई, ഭൗതിക വഴിയിലെ മണ്ണ് തിന്നു ഇരിക്കുകയാണ്. मुर्दार खाते हैं। കഴുകനും പട്ടിയും ശവം തിന്നുന്നതുപോലെ അവർ ശവത്തിനുമേൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അവർ ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. कि मैं तुम्हें हद एतदाल तक रियायत असबाब से ഞാൻ നിങ്ങളെ മധ്യനിലയുടെ പരിധിവരെ ഭൗതികമായ മാർഗങ്ങൾ അവലംബിക്കുന്നതിനെ വിലക്കുന്നില്ല. ജോലി ചെയ്യുന്നതിൽ നിന്ന്, സാധന സാമഗ്രികൾ मादी चीजों से ഉപയോഗിക്കുന്നതിൽ നിന്ന്, ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നില്ല. बल्कि इससे मना करता हूं നിങ്ങൾ ഇതര സമുദായങ്ങളെപ്പോലെ വെറും ഭൗതിക മാർഗങ്ങളുടെ അടിമകളാകുന്നതിനെയും और उस खुदा को फरामोश कर दो जो ഭൗതിക വഴികൾ നിങ്ങൾക്കൊരുക്കി തന്ന ആ ദൈവത്തെ വിസ്മരിക്കുന്നതിനെയുമാണ് ഞാൻ വിലക്കുന്നത്. ഈ കാര്യങ്ങൾ, ഈ വസ്തുക്കൾ, ये वही मुहैया ഇതെല്ലാം തന്നെ ഒരുക്കി തരുന്നത് അവനാണ്. उन पर न गिरो बल्कि ആ വസ്തുക്കൾ നിങ്ങൾ വീണു പോകരുത്, മറിച്ച് അള്ളാഹുലേക്ക് നോക്കുക. ആരാണോ ഇതെല്ലാം ഒരുക്കി തന്നിരിക്കുന്നത്? तुम्हें आंख हो तो तुम्हें नजर आ जाए। ദൈവം മാത്രമേ ദൈവമായിട്ടുള്ളൂവെന്നും മറ്റുള്ളതെല്ലാം നിഷ്ഫലമാണെന്നും बस ये ताल्लुक है നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. हमने हासिल करना और कायम ഈ ഒരു ബന്ധമാണ് അള്ളാഹുമായിട്ടുള്ളത്. करना। आप अपने ഇതാണ് നാം കരസ്ഥമാക്കേണ്ടത്. हासिल हो ഈ നിലവാരമാണ് അവിടുന്ന് തന്നെ വിശ്വസിക്കലിൽ നിന്ന് ആഗ്രഹിച്ചത്. कि तौहीद ഞാൻ പറഞ്ഞതുപോലെ തൗഹീദിന്റെ സ്ഥാപനം, ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിന്റെ പ്രവർത്തനം, आप अलैहिस्सलाम को ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് वसल्लम की റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയതുകൊണ്ടും और आप അങ്ങയോടുള്ള സ്നേഹം കൊണ്ടുമാണ് ലഭിച്ചിട്ടുള്ളത്. इस ഈ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും ദൃശ്യം നമുക്ക് അങ്ങയുടെ വ്യക്തിത്വത്തിൽ എപ്രകാരം കാണാൻ സാധിക്കും? इसके बेशुमार ഇത്തരത്തിലുള്ള അനേകം സംഭവങ്ങളുണ്ട്. एक वाक़या गुराबी बयान ഒരു സംഭവം നിവേദകൻ വിവരിക്കുന്നു. दफा ഒരിക്കൽ आप मस्जिद मुबारक ഇവിടുന്ന് മസ്ജിദ് മുബാറക്കിന് മുകളിൽ टहल रहे थे ഒറ്റക്കുലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. और कुछ गुनगुना കൂടെ എന്തോ പാടിക്കൊണ്ടിരുന്നു. और साथ ही आपकी आंखों से അതോടൊപ്പം അങ്ങയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. उसने अर्ज की ആ വ്യക്തി ചോദിച്ചു, कौन सा सब ഹുസൂറിന് എന്ത് ദുഃഖമാണുണ്ടായത്? है? അപ്പോൾ പറഞ്ഞു, तो फरमाया ഞാൻ कि मैं ഹസ്രത്ത് ഹസ്സാൻ ബിൻ സാബിത്തിന്റെ ഈ കവിത ചൊല്ലുകയായിരുന്നു. जो उन्होंने അത് അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ സമയത്ത് എഴുതിയതായിരുന്നു. शेर ये है ആ കവിത ഇപ്രകാരമാണ്: कुंता കുൻത സവാദലി നാദിരി ഫഅമി അലൈക നാദിറു മൻ ഷാഅ വദക ഫൽയമുത് ഫഅലൈക കുൻതു ഉഹാദിറു. यानी ए खुदा അതായത്, അല്ലയോ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ, താങ്കൾ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായിരുന്നു. वफात की वजह से ഇന്ന് താങ്കളുടെ മരണം കാരണം അത് അന്ധമായി തീർന്നിരിക്കുന്നു. ഇനി താങ്കൾക്ക് ശേഷം ആര് വേണമെങ്കിലും മരിച്ചുകൊള്ളട്ടെ, എനിക്ക് താങ്കളുടെ മരണത്തെക്കുറിച്ചുള്ള ഭയമാണ് ഉണ്ടായിരുന്നത്. അതാകട്ടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ ഈ കവിത ചൊല്ലിയപ്പോൾ എന്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹമുണ്ടായി, ഈ കവിത എന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടിരുന്നുവെങ്കിൽ. ये शेर ഈ കവിത ചൊല്ലിക്കൊണ്ട് അങ്ങയുടെ കണ്ണുകളിൽ നിന്ന് बेइंतहा आंसू का निकलना അതിരില്ലാതെ കണ്ണുനീർ പ്രവഹിച്ചത് അങ്ങയുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞു തരുന്നത്. ഈ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും സമീപത്ത് പോലും അവർക്കെങ്ങനെയാണ് എത്താൻ സാധിക്കുക? ആരാണോ അങ്ങയിൽ ആരോപണം ഉന്നയിക്കുന്നത്, आपने നഊദു ബില്ലാ, അവിടുന്ന് തന്നെ സ്വയം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ के मुकाम ഉയർന്ന സ്ഥാനം നൽകി എന്ന്. हज़रत मिर्जा बशीर ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു आपकी इस जज्बा അങ്ങയുടെ ഈ വികാരപരമായ അവസ്ഥയെ വളരെ വേദനാനിർഭരമായ ചിത്രത്തിൽ ഇപ്രകാരം കൂറിയിട്ടിരിക്കുന്നു: कि वो ആ വ്യക്തി जिसने എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും നേരിട്ടു. जिस पर അദ്ദേഹത്തിന് മേൽ എതിർപ്പിന്റെ അനേകം കൊടുങ്കാറ്റുകളുണ്ടായി. बेशुमार അനേകം പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയി. कत्ल के मुकदमात വധശ്രമത്തിനുള്ള കേസുകൾ അദ്ദേഹത്തിനെതിരിലുണ്ടായി.
ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും. ഏതുവരെ എന്നാൽ കുട്ടികളുടെ മരണത്തിന്റെ ദൃശ്യം പോലും കാണേണ്ടതായി വന്നു. എന്നാൽ അങ്ങേക്ക് ഏറ്റവും അടുത്ത് താമസിക്കുന്നവർ ഒരിക്കലും തന്നെ അങ്ങയുടെ മുഖത്തും കണ്ണുകളിലും അങ്ങയുടെ ഹൃദയത്തിന്റെ വികാരാവസ്ഥയുടെ ദൃശ്യം കണ്ടിട്ടില്ല. എന്നാൽ ഈ അവസരത്തിലൊഴികെ എവിടെയാണോ റസൂൽ തിരുമേനുള്ള സ്നേഹത്തിന്റെ അവസരം വന്നത്, അപ്പോൾ അങ്ങയുടെ കണ്ണുകൾ വെള്ളപ്പൊക്കം പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും ദൃശ്യം അങ്ങയുടെ ലിഖിതങ്ങളിലും മൽഫൂസാത്തുകളിലും അനേകം നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് ഇസ്ലാമിനെതിരെ എതിരാളികൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വത്തെക്കുറിച്ച് പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്തു എന്ന കാര്യം കേട്ട് തന്റെ ഹൃദയത്തിന്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എന്റെ ഹൃദയത്തിന് ഒരു കാര്യവും ഒരിക്കലും തന്നെ ഇത്രയധികം ദുഃഖം ഏൽപ്പിച്ചിട്ടില്ല. എത്രമാത്രമാണോ ഇവരുടെ പരിഹാസവും അപഹാസ്യവും ഏൽപ്പിച്ചിരിക്കുന്നത്. അതവർ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അഭിമാനത്തിന് മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുടെ ഹൃദയഭേദകമായ കുത്തുവാക്കും പ്രയാസപ്പെടുത്തലും അത് അവർ മനുഷ്യശ്രേഷ്ഠൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നാമാഭിധാനത്തിന് എതിരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഹൃദയത്തെ അങ്ങേയറ്റം മുറിയേൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവാണ് സത്യം, അഥവാ എന്റെ മുഴുവൻ മക്കളും മക്കളുടെ മക്കളും എന്റെ എല്ലാ സുഹൃത്തുക്കളും എന്റെ എല്ലാ സഹായികളും എന്റെ കണ്ണിനു മുമ്പിൽ കൊല ചെയ്യപ്പെട്ടാലും, സ്വയം എന്റെ കൈകളും കാലുകളും ഛേദിച്ചു കളഞ്ഞാലും, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പറിച്ചെടുത്തു കളഞ്ഞാലും, ഞാൻ എന്റെ എല്ലാ ലക്ഷ്യങ്ങളും നിഷേധിക്കപ്പെട്ടവനായി തീർന്നാലും, തന്റെ എല്ലാ സന്തോഷവും എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടാലും, ഈ എല്ലാ കാര്യങ്ങൾക്കുമെതിരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്തരത്തിൽ അവിശുദ്ധമായ രീതിയിൽ ആക്രമിക്കുന്നതിന് ദുഃഖം ഏറ്റവും കൂടിയതാണ്. ഓ എന്റെ ആകാശീയ യജമാനരെ, നീ നിന്റെ കാരുണ്യത്തിന്റെയും സഹായത്തിന്റെയും ദൃഷ്ടി ഞങ്ങളുടെ മേൽ പതിപ്പിച്ചാലും, ഞങ്ങൾക്ക് ഈ കഠിനകരമായ പരീക്ഷണത്തിൽ നിന്ന് മോചനം നൽകിയാലും, ഈ വിധത്തിൽ വികാരാവേശം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും വാദം ഉന്നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രവാചക അഭിമാനത്തിന്റെയും ഖതമുൻ-നുബുവത്തിന്റെയും പേരിൽ ഫിത്നയും കുഴപ്പവും കൊലയും നടത്തുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അവർ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനു വേണ്ടി, ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനെയും ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി. അങ്ങയുടെ വാക്കുകൾ കേവലം വായ കൊണ്ടുള്ള വാദം മാത്രമല്ല, മറിച്ച് അങ്ങയോടൊപ്പം ബന്ധം വയ്ക്കുന്നവരും അന്യരും ഈ കാര്യത്തിന് സാക്ഷ്യം പറയുന്നു. അങ്ങേക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും പ്രകടനം അങ്ങയുടെ ഹൃദയത്തിന്റെ ശബ്ദത്തിൽ നിന്നും അങ്ങയുടെ ഓരോ കർമ്മത്തിൽ നിന്നും തെളിഞ്ഞു കാണാൻ സാധിക്കും. അങ്ങനെ ഈ കാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമൃത്സറിലെ ഒരു പത്രം, അതിന്റെ പേര് വക്കീൽ എന്നായിരുന്നു, അത് അനഹമ്മദികളുടെ പത്രമായിരുന്നു, അതങ്ങയുടെ മരണത്തിൽ എഴുതി, മിർസ സാഹിബിന്റെ മരണം അദ്ദേഹത്തിന് ചില വിശ്വാസങ്ങളുമായി ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നിട്ടും മുസ്ലിങ്ങൾക്ക്, അതേ നല്ല ചിന്താഗതിക്കാരായ മുസ്ലിങ്ങൾക്ക് ഒരു വലിയ വിടവ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന ചിന്ത ഉണ്ടായിരിക്കുന്നു. അവരുടെ ഒരു വലിയ വ്യക്തിത്വം അവരെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ എതിരാളികൾക്കെതിരിൽ ഇസ്ലാമിനെ മഹത്തരമായ നിലയിൽ പ്രതിരോധിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതും അവസാനിച്ചിരിക്കുന്നു. വീണ്ടും പറയുന്നു, മിർസ സാഹിബിന്റെ ലിറ്ററേച്ചറിന്റെ വിലയും മഹത്വവും ഇന്ന് അദ്ദേഹം തന്റെ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഹൃദയം കൊണ്ട് അംഗീകരിക്കേണ്ടതായി വരുന്നു. എഴുതുന്നു, ഭാവിയിൽ നമ്മുടെ പ്രതിരോധത്തിന്റെ പരമ്പര എത്ര തന്നെ ഉയർന്ന സ്ഥാനത്തേക്ക് വിശാലമായി തീർന്നാലും, ഇസ്ലാമിനു വേണ്ടിയുള്ള പ്രതിരോധം എത്ര തന്നെ വിശാലമായി തീർന്നാലും, മിർസ സാഹിബിന്റെ ഈ ലിഖിതങ്ങളെ അവഗണിക്കുക എന്നത് അസാധ്യമാണ്. ഈ ലിഖിതങ്ങൾ കൂടാതെ ഇസ്ലാമിന്റെ പ്രതിരോധം തന്നെ സാധ്യമല്ല. അവിടുന്ന് ഇതെല്ലാം ചെയ്തത്
तो इस्लाम ഇസ്ലാമിനെ अल्लाह ताला അള്ളാഹുവിന്റെ आखिरी दीन അവസാനത്തെ ദീനും कामिल और मुकम्मल दीन പരിപൂർണവും സമ്പൂർണവുമായ ദീൻ ആണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. हजरत റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാരണം അങ്ങയുടെ സ്ഥാനം അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത്. लोहा मनवाने के लिए किया, दुनिया को ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത്. असर मुकाम യഥാർത്ഥ സ്ഥാനം അങ്ങേക്ക് മാത്രമാണുള്ളത്. और मज़ाहब മുഴുവൻ ലോകത്തെയും ലോകത്തിലെ മതങ്ങളുടെ മേലും ഈ കാര്യം के दीन വ്യക്തമാക്കുകയുണ്ടായി. ദീനെ മുഹമ്മദ് പോലെ മറ്റൊരു മതവും ഇല്ല. एतराज करने वाले ആരോപണം ഉന്നയിക്കുന്നവർ आपके റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങയുടെ സ്നേഹത്തിന്റെ പ്രകടനം ഒന്ന് വായിച്ചു നോക്കുക, इस पर गौर അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ല എങ്കിൽ ആരോപണത്തിനു വേണ്ടിയുള്ള ആരോപണം എന്ന് പറയുന്നത് हालत की निशानी। അത് അജ്ഞതയുടെ അടയാളമാണ്. आप एक അവിടുന്ന് ഒരു കൂറുള്ള ശിഷ്യന്റെയും और एक ഒരൗദാര്യം ലഭിച്ച സേവകനെയും പോലെയാണ് तरह हमेशा फरमाते थे, എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ये सब कुछ मुझे मेरे ഇതെല്ലാം എനിക്ക് എന്റെ യജമാൻ ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് അങ്ങയെ പിൻപറ്റിയത് കൊണ്ടാണ് ലഭിച്ചിട്ടുള്ളത്. चुनांचे അതുകൊണ്ട് ഈ കാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഒരു സ്ഥലത്ത് പറയുന്നു, कि मैं उसी खुदा ഞാൻ ആ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, जैसा कि उसने ഏതുപോലെ അവൻ ഇബ്രാഹിമിനോട് സംസാരിക്കുകയും ഭാഷണം നടത്തുകയും ചെയ്തുവോ, फिर इसहाक അതിനുശേഷം ഇസ്ഹാക്കിനോടും ഇസ്മായിലിനോടും യാക്കൂബിനോടും യൂസുഫിനോടും और मूसा മൂസായോടും और മസീഹിബിനും മറിയമിനോടും എല്ലാവർക്കും ശേഷം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഈ വിധത്തിൽ സംഭാഷണം നടത്തി. आप पर सब അങ്ങയിൽ ഏറ്റവും പ്രകാശിതമായ നിലയിലും പരിശുദ്ധവുമായ വഹി ഇറക്കി. അതേപോലെ തന്നെ അവൻ എന്നോടും തന്റെ ഭാഷണത്തിന്റെയും സംസാരത്തിന്റെയും അനുഗ്രഹം നൽകി. എന്നാൽ ഈ മഹത്വം എനിക്ക് കേവലം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനം കൊണ്ടാണ് ലഭിച്ചത്. അഥവാ ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ, അങ്ങേ അനുധാവനം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അഥവാ ലോകത്തിലെ മുഴുവൻ പർവ്വതങ്ങൾക്ക് തുല്യമാണ് എന്റെ കർമ്മങ്ങൾ എങ്കിലും ഞാൻ ഒരിക്കലും തന്നെ ദൈവിക ഭാഷണത്തിന്റെയും അഭിസംബോധനയുടെയും ഈ മഹത്വം നേടുന്നവനായി തീരില്ല. ये बातें सुन ഈ കാര്യങ്ങൾ കേട്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മേൽ ആരോപണം ഉന്നയിക്കുന്നവർ वो जालिम അവർ അക്രമികളും ജാഹിലിങ്ങളും इतना पर्दास है, इसके अलावा कुछ नहीं कहा जा കുഴപ്പമുണ്ടാക്കുന്നവരുമാണ്. അങ്ങനെ അവരെക്കുറിച്ച് मामला അതല്ലാതെ അവരെക്കുറിച്ച് മറ്റൊന്നും തന്നെ പറയാൻ സാധ്യമല്ല. അവരുടെ പ്രശ്നം അള്ളാഹുവിന്റെ കൈകളിലാണ്. അവർ വലിയ വലിയ പണ്ഡിതന്മാരായി നടക്കുകയാണ്. की बेसिल का ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗലക്ഷ്യം ഒരു ഭാഗത്ത് തൗഹീദിന്റെ സംസ്ഥാപനവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും മഹത്വവും വ്യക്തമാക്കി ലോകത്തെ आपके അങ്ങയുടെ കൊടിക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുക എന്നതും शफकत का इदराक दिलवाना അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണ കാണിക്കുന്നതിന് ഗ്രാഹ്യം നൽകുക എന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ്. शरायत അവിടുന്ന് ബൈഅത്തിന്റെ നിബന്ധനകളിലും ഈ നിബന്ധന വെക്കുകയുണ്ടായി. बल्कि दो शरायत എന്നല്ല, बराह रास्त രണ്ട് നിബന്ധനകൾ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നാലാമത്തെ നിബന്ധനയിൽ പറയുന്നു, ने फरमाया कि आम खल्क ശാരീരിക ദുരാവേശങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് मुसलमानों को खुसूस ആർക്കും തന്നെ ദൈവസൃഷ്ടികൾക്ക് പൊതുവായും മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും നാവുകൊണ്ടോ കൈകൊണ്ടോ മറ്റു പ്രകാരത്തിലോ ഒരു ക്ലേശവും ഉണ്ടാക്കുന്നതല്ല. ഇത് ബയ്യത്ത് ചെയ്യുന്ന ആൾ महद करे, ഇപ്രകാരം വാഗ്ദാനം ചെയ്യുന്നു. ना हाथ से ना किसी और तरह से। फिर പിന്നീട് नवी शर्त 9ാമത്തെ നിബന്ധന, कि आम खल्क അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളോടും में ആത്മാർത്ഥതയോടും സഹാനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ആത്മാർത്ഥമായ സഹാനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അള്ളാഹു നൽകിയ കഴിവുകളും അനുഗ്രഹങ്ങളും മുഖേന മനുഷ്യകുലത്തിന് കഴിവിന്റെ പരമാവധി ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. मुताबिक ഇതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, कि दीन ദീനിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അള്ളാഹുവിനെ സ്നേഹിക്കുക, മറ്റൊന്ന് മനുഷ്യകുലത്തോട് ഈ വിധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുക, അവരുടെ ആപത്തിനെ സ്വന്തം ആപത്തായി മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. फिर आप फरमाते വീണ്ടും അവിടുന്ന് പറയുന്നു, ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദീനിന്റെയും ഇസ്ലാമിന്റെയും ഭാഗം രണ്ടെണ്ണം മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്രകാരം പറയാം, ഈ അധ്യാപനം രണ്ട് വലിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, ഒന്നാമതായി हैं कि अव्वल ये कि അള്ളാഹുവിനെ തിരിച്ചറിയുക,
जैसा कि ഏതുപോലെ അവൻ യഥാർത്ഥത്തിൽ ഉണ്ട്. പിന്നീട് मोहब्बत करना, അവനെ സ്നേഹിക്കുക, सच्ची इताअत അവനെ സത്യസന്ധമായ നിലയിൽ അനുസരിക്കുന്നതിൽ തന്റെ അസ്തിത്വത്തെ നിയോഗിക്കുക. ഏതാണോ അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും നിബന്ധനയായിട്ടുള്ളത്. പറഞ്ഞു, രണ്ടാമത്തെ ലക്ഷ്യം ഇതാണ്: അവന്റെ खिदमत ദാസരെ സേവിക്കുന്നതിലും സഹാനുഭൂതി കാണിക്കുന്നതിലും തന്റെ മുഴുവൻ ശക്തിയും को खर्च करना, ചെലവ് ചെയ്യുകയും तमाम तर എല്ലാ കഴിവുകളും ताकतों को खर्च करना, ശക്തിയും ചെലവ് ചെയ്യുകയും രാജാവ് മുതൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള बादशाह से लेकर മനുഷ്യൻ വരെ इंसान तक ഔദാര്യം കാണിക്കുന്നവരോട് നന്ദിയോടും ഔദാര്യ മനോഭാവത്തോടും मुआवजा। കൂടി പെരുമാറുകയും ചെയ്യുക. बस ये है ഇതാണ് അധ്യാപനം जो खुदा ताला की അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനു ശേഷം मखलूक से സൃഷ്ടികളോട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്രകാരം പറയാം: कि खुदा അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം അവന്റെ സൃഷ്ടികളോടുള്ള കടമകളിലേക്ക് तवज्जो दिलाती है। ശ്രദ്ധ ക്ഷണിക്കുന്നു. इस बारे ഇതിനെക്കുറിച്ച് അങ്ങയുടെ അവസ്ഥയും പ്രവർത്തനവും എന്താണ്? ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ സ്വന്തം അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്തായിരുന്നു? അവിടുന്ന് എപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നത്? ഈ കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് ഒരു സ്ഥലത്ത് പറയുന്നു: मैं ഞാൻ എല്ലാ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ആര്യസമാജക്കാരോടും ये बात जाहिर कर എനിക്ക് ലോകത്താരോടും ശത്രുതയില്ല എന്ന കാര്യം दुश्मन नहीं, വ്യക്തമാക്കുകയാണ്. അതായത് मैं उनको दुश्मन ഞാൻ ആരെയും തന്നെ ശത്രുവായി മനസ്സിലാക്കുന്നില്ല, എതിർക്കുന്നവരാണെങ്കിൽ പോലും. പറയുന്നു, ദയാനിധിയായ ഒരു മാതാവ് തന്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ भगवान अपने बच्चों से അല്ല, അതിൽ ഉപരിയായി ഞാൻ മാനവകുലത്തെ സ്നേഹിക്കുന്നു. फरमाया कि मैं सिर्फ പറയുന്നു, സത്യത്തെ അരുകൊല ചെയ്യുന്ന വ്യാജവിശ്വാസങ്ങളോട് മാത്രമാണ് എനിക്ക് വിരോധം. മനുഷ്യരോടുള്ള അനുകമ്പ എന്റെ നിർബന്ധ കടമയാണ്. इंसान की हमदर्दी मेरा फर्ज है और झूठ കളവ്, ഷിർക്ക്, അക്രമം, ദുർവൃത്തി, അനീതി, അധാർമികത बदअमली തുടങ്ങിയവരെ അപലപിക്കുക എന്നതാണ് എന്റെ ആദർശം. मेरा असूल। വീണ്ടും അവിടുന്ന് മറ്റൊരു സ്ഥലത്ത് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു: कि जाहिर है ഓരോ വംശവും അതിന്റെ വംശത്തോട് नौ से मोहब्बत करती है। സ്നേഹം പുലർത്തുന്നു എന്നത് വ്യക്തമാണ്. ഏതൊന്നാണോ അതിന്റെ വംശവും ലിംഗവുമായിട്ടുള്ളത് അതിനെ അവർ സ്നേഹിക്കുന്നു. ഏതുവരെ എന്നാൽ ഉറുമ്പ് പോലും അഥവാ ഒരു വിധത്തിലുള്ള സ്വാർത്ഥതയും ഇല്ല എങ്കിൽ चूंटियां भी चूंटियों से अगर कोई खुदगर्जी हायल ना हो, ഉറുമ്പുകളും ഉറുമ്പുകളോട് സ്നേഹം പുലർത്തുന്നു. जो शख्स ഏതുവരെ खुदा ताला की ഏതൊരാളാണോ അള്ളാഹുലേക്ക് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ നിർബന്ധ കടമയാണ് के खुदा ഏറ്റവും കൂടുതലായി സ്നേഹിക്കുക എന്നത്. അവിടുന്ന് അള്ളാഹുവിലേക്കാണ് വിളിച്ചുകൊണ്ടിരുന്നത്. के सबसे ज्यादा मोहब्बत करे। അതുകൊണ്ട് ഞാൻ മനുഷ്യകുലത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. അതെ, उनकी അവരുടെ ദുഷ്പ്രവർത്തനത്തിന്റെയും हर एक किस्म के जुल्म എല്ലാവിധ അക്രമത്തിന്റെയും പാപത്തിന്റെയും കലാപത്തിന്റെയും ശത്രുവാണ് ഞാൻ. ആരുടെയും വ്യക്തിത്വത്തിന്റെ ശത്രുവല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന നിധി അത് സ്വർഗത്തിലെ എല്ലാ നിധികളുടെയും അനുഗ്രഹങ്ങളുടെയും താക്കോലാണ്. पूंजी है। അത് ഞാൻ സ്നേഹവികാരാവേശത്താൽ मोहब्बत से മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. इंसान के सामने पेश करता हूं और ഈ കാര്യം, कि वो माँ അതായത് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ധനം, അത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള രത്നവും സ്വർണവും വെള്ളിയുമാണ്. ഏതെങ്കിലും വ്യാജവസ്തുവല്ല. വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. അതിതാണ് कि उन तमाम എല്ലാ ദിർഹമും ദിനാറും और जवाहिरात पर രത്നങ്ങൾക്കുമേൽ രാജാവിന്റെ സീലിന് തുല്യമായിട്ടുള്ളതാണ്. രാജാവിന്റെ നാണയത്തിന്റെ അടയാളമാണ്. वो आसमानी गवाहियां मेरे ഏതാണ് രാജാവ്? ആ ആകാശീയമായ സാക്ഷ്യം के पास नहीं। എന്റെ പക്കലുണ്ട്, അത് മറ്റാരുടെയും പക്കലില്ല. അള്ളാഹു എന്നെ പിന്തുണക്കുന്നു, എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു. എന്നോട് പറയപ്പെട്ടിരിക്കുന്നു, എല്ലാ മതങ്ങളിലും വെച്ച് ദീനുൽ ഇസ്ലാം മാത്രമാണ് സത്യം. എന്നോട് പറയപ്പെട്ടിരിക്കുന്നു, എല്ലാ മാർഗദർശനങ്ങളിലും വെച്ച് വിശുദ്ധ ഖുർആന്റെ മാർഗദർശനം മാത്രമാണ് പരിപൂർണമായ നിലയിൽ വ്യക്തമായതും മനുഷ്യന്റെ കൈകടത്തലുകളിൽ നിന്ന് പരിശുദ്ധമായിട്ടുള്ളതും. എന്നോട് പറയപ്പെട്ടിരിക്കുന്നു, എല്ലാ റസൂൽമാരിലും വെച്ച് പരിപൂർണമായ അധ്യാപനങ്ങൾ നൽകുന്ന റസൂൽ, ഉന്നതമായ പരിശുദ്ധവും യുക്തിഭദ്രവുമായ അധ്യാപനങ്ങൾ നൽകുന്ന പ്രവാചകൻ, മനുഷ്യന്റെ ശ്രേഷ്ഠതയുടെ മാതൃക തന്റെ ജീവിതം കൊണ്ട് കാണിച്ച ആൾ, കേവലം
സയ്യിദുനാ വ മൗലാന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. और मुझे खुदा की എനിക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധവും പവിത്രവുമായ വഹി മുഖേന അറിയിപ്പ് നൽകിയിരിക്കുന്നു. ഞാൻ അവന്റെ ഭാഗത്ത് നിന്ന് മസീഹെ മൗദും മഹ്ദിയെ മഹൂദും ആയ ആന്തരികവും ബാഹ്യവുമായ ഭിന്നതകൾക്ക് വിധികർത്താവും ആയി വന്നിരിക്കുന്നു. എന്റെ പേർ മസീഹ് എന്നും മഹ്ദി എന്നും വെച്ചിരിക്കുന്നത് ഈ രണ്ടു പേരുകൾ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടാതെ അള്ളാഹു തന്റെ നേരിട്ടുള്ള സംബോധനയിലൂടെ ഇത് തന്നെയാണ് എന്റെ പേരായി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കാലഘട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും എന്റെ പേര് ഇത് തന്നെയായിരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ये बातें ഈ കാര്യങ്ങൾ കേവലം आपने लिखने के लिए नहीं, അവിടുന്ന് എഴുതുന്നതിനു വേണ്ടി മാത്രമല്ല വെച്ചിട്ടുള്ളത്, सिर्फ दावा ही नहीं किया കേവലം വാദം മാത്രമല്ല ഉന്നയിച്ചത്. അങ്ങേക്ക് മനുഷ്യ സമൂഹത്തോട് സ്നേഹമുണ്ട് എന്ന്, और सबसे ഏറ്റവും കൂടുതലായി സ്നേഹമുണ്ട് എന്ന്. इसके അതിന്റെ കർമ്മപരമായ പ്രകടനവും നമുക്ക് അങ്ങയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. एक ഒരു ഭാഗത്ത് आपके मसीह और मैं അങ്ങയുടെ മസീഹും മഹദിയും ആണ് എന്ന വാദമുണ്ട്. और इस दावे ഈ വാദത്തിന്റെ സാക്ഷ്യത്തിനായി അള്ളാഹു ചില അടയാളങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ आज निशान जाहिर फरमाता है ആപത്തുകളുടെ രൂപത്തിലുള്ള അടയാളം जो आफात के रंग में है लोगों को, ആളുകൾക്ക് तो आप बेचैन हो जाते കാണിക്കുമ്പോൾ हैं. चुनाचे അവിടുന്ന് അസ്വസ്ഥതപ്പെടുന്നു. अब्दुल करीम साहब ഹദ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് അദ്ദേഹം ഹദ്രത്ത് മസീഹ് മദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭവനത്തിന്റെ ഒരു ഭാഗത്താണ് താമസിച്ചിരുന്നത്. പ്ലേഗ് പകർച്ചവ്യാധി പടർന്നു പിടിച്ച ദിവസങ്ങളിൽ फैलने के दिनों में जब ഓരോ ദിവസവും അനേകം ആളുകൾ ഇതിന് ഇരയായിക്കൊണ്ടിരുന്നപ്പോൾ, മരണത്തിന്റെ വായിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ कहते हैं മൗലവി അബ്ദുൽ കരീം സാഹിബ് സംഭവം വിവരിക്കുകയാണ്. ഞാൻ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നതായി കേട്ടു. അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. हज़रत मौलवी ഹദ്രത്ത് മൗലവി സാഹിബ് പറയുകയാണ്, ആ ദുആയിൽ उनके अल्फाज ये हैं അങ്ങയുടെ ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദത്തിൽ इस्लाम की ഇത്രമാത്രം വേദനയും പ്രയാസവും ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. കേൾക്കുന്നവരുടെ सुनने वालों का കരൾ അലിഞ്ഞു പോകുമായിരുന്നു. अजीब जज्बाती कैफियत तारी हो जाती है सुन के भी, और आप ഇത് കേൾക്കുമ്പോൾ തന്നെ വിസ്മയകരമായ വികാരാവേശത്തിന്റെ അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അവിടുന്ന് ഈ വിധത്തിൽ ദൈവസവിധത്തിൽ കരയുകയും വിലപിക്കുകയും ചെയ്യുമായിരുന്നു. इसी तकलीफ से ഇത്രമാത്രം പ്രയാസത്തോടുകൂടിയാണ് അങ്ങയുടെ ശബ്ദം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതുപോലെ ഒരു സ്ത്രീ പ്രസവവേദന കൊണ്ട് അസ്വസ്ഥപ്പെടുന്നുവോ? मैंने गौर മൗലവി സാഹിബ് പറഞ്ഞു, ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു. അവിടുന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വേണ്ടി പ്ലേഗിന്റെ ശിക്ഷയിൽ നിന്ന് മോചനത്തിനു വേണ്ടി ദുആ ചെയ്യുകയായിരുന്നു. के इलाही अगर ये लोग അള്ളാഹുവെ, അഥവാ ഈ ആളുകൾ പ്ലേഗിന്റെ ശിക്ഷ കൊണ്ട് നശിച്ചുപോയാൽ इबादत कौन പിന്നെ നിന്നെ ആരാണ് ആരാധിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കുക. के एक पेशगोई के ഒരു പ്രവചനമനുസരിച്ച് मुखालफों पर, ഈ ശിക്ഷ എതിരാളികൾക്ക് മേലാണ് വരുന്നത്. लेकिन आप എന്നാൽ അവിടുന്ന് उसके दूर होने അത് മാറിപ്പോകുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഒരുപക്ഷെ ഈ ശിക്ഷ മാറിപ്പോകുന്നത് കാരണം എതിരാളികൾ ഒച്ചപ്പാടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. मुखालफिन ने शोर भी തീർച്ചയായും സാധ്യതയുണ്ടായിരുന്നു. की पेशगोई, അങ്ങയുടെ പ്രവചനം സംശയാസ്പദമാകുമായിരുന്നു. എന്നാൽ മനുഷ്യ സമൂഹത്തോടുള്ള സഹാനുഭൂതി ഈ കാര്യങ്ങളൊന്നും വകവെക്കാൻ അങ്ങേക്കിട നൽകിയില്ല. ഇതാണ് ദുആ ചെയ്യുന്നത്. ഇവരെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാലും ഈമാന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി कोई മറ്റെന്തെങ്കിലും മാർഗം കാണിച്ചു കൊടുത്താലും आपके मुखालिफ അങ്ങയുടെ എതിരാളികൾക്ക് പോലും ഒരിക്കലും ഇപ്രകാരം പറയാൻ സാധിക്കുകയില്ല. അവിടുന്ന് അവരോട് അനുകമ്പ കാണിക്കേണ്ട അവസരത്തിൽ അനുകമ്പ കാണിച്ചില്ല എന്ന്. बेशुमार അങ്ങയുടെ ജീവിതത്തിൽ ഇതിന്റെ അനേകം സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഒരു സംഭവം വിവരിക്കാം. जो मीनार മിനാരത്തുൽ മസീഹ് നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഹിന്ദുക്കൾ हिंदुओं ने शोर मचाया ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. कि इससे ഇത് മുഖേന ഞങ്ങളുടെ വീടിന്റെ മറ ഇല്ലാതായി തീരും. അതുകൊണ്ട് ഒരു മജിസ്ട്രേറ്റ് അന്വേഷണത്തിനായി വന്നു. ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് उसको അദ്ദേഹത്തിന് ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തു. പറഞ്ഞു, ഇതൊരടയാളം എന്ന നിലയിലാണ്. रोशनी लगाई जाए ഇതിൽ പ്രകാശം സ്ഥാപിക്കും, പ്രദേശം മുഴുവൻ വെളിച്ചം ലഭിക്കും, വീടുകളുടെ മറ നഷ്ടപ്പെടുകയില്ല. അഥവാ ഇവരുടെ വീടുകൾക്ക് പർദ്ദ നഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീടുകളുടെയും പർദ്ദ ഇല്ലാതാകും. അത് തികച്ചും തെറ്റായ ഒരു അഭിപ്രായമാണ്. വീടുകളുടെ മറ നഷ്ടപ്പെടും എന്നുള്ളത്. ഇതെല്ലാം തന്നെ അനാവശ്യമായ കാരണങ്ങളാണ്. മജിസ്ട്രേറ്റിനോടൊപ്പം അവിടുത്തെ ഒരു ഹിന്ദു ലാല ബുഡാമല്ലും ഉണ്ടായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു,
कि ഇദ്ദേഹം ഇവിടെ കാദിയാനിൽ താമസിക്കുന്ന വ്യക്തിയാണ്, എന്റെ അയൽവാസിയാണ്, ഈ പട്ടണത്തിൽ താമസിക്കുന്ന ആളാണ്. मैंने हमेशा ഇദ്ദേഹത്തിനറിയാം ഞാൻ എല്ലായ്പ്പോഴും അയൽവാസികളെയും का और ദൈവസൃഷ്ടികളെയും പരിഗണിച്ചിട്ടുണ്ട്. ये लाला ഈ ലാല ബുഡാമൽ താങ്കളോടൊപ്പമുണ്ട്. ഇദ്ദേഹത്തോട് ചോദിക്കുക, എപ്പോഴെങ്കിലും ഇവർക്ക് എന്റെ സഹായത്തിന്റെ ആവശ്യം വരികയും मदद की जरूरत हुई ഞാൻ അതിൽ കുറവ് വരുത്തുകയും ചെയ്തിട്ടുള്ള ഏതെങ്കിലും അവസരം ഉണ്ടായിട്ടുണ്ടോ, या किसी भी അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയോജനം എത്തിക്കുന്നതിന് खाने में ഞാൻ തടസ്സം നിന്നതായി मेरी तरफ से रोक हुई ഏതെങ്കിലും സംഭവം ഉണ്ടോ? അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തോട് ഇതുകൂടി ചോദിക്കുക, क्या कभी ഇദ്ദേഹത്തിന് എനിക്ക് നഷ്ടം വരുത്താൻ ഏതെങ്കിലും അവസരം ലഭിക്കുകയും, लाला साहब को അതായത് ലാലാ സാഹിബിന് नुकसान पहुंचाने का कोई ഇദ്ദേഹം ആ നഷ്ടം വരുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത അവസരം ഉണ്ടായിട്ടുണ്ടോ? मौके हों इन्होंने हमेशा ഇദ്ദേഹം എപ്പോഴും എനിക്ക് നഷ്ടമുണ്ടാക്കി, ഞാൻ എപ്പോഴും ഇദ്ദേഹത്തിന് പ്രയോജനം എത്തിച്ചു. इस वक्त ആ സമയത്ത് ലാലാ സാഹിബ് മജിസ്ട്രേറ്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ കാര്യം നിഷേധിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ ധൈര്യം വന്നില്ല. മറിച്ച് ലജ്ജയുടെയും നാണത്തിന്റെയും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതായിരുന്നു ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക. कि नुकसान पहुंचाने നഷ്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും हमदर्दी സൃഷ്ടികളോടുള്ള സഹാനുഭൂതിയുടെ അടിസ്ഥാനത്തിൽ പ്രയോജനം എത്തിച്ചു. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി സാഹിബ് जिन्होंने मुखालफत की इंतहा करते हुए അദ്ദേഹം എതിർപ്പിനെ അതിന്റെ പാരമ്യതയിൽ എത്തിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതിൽ കുഫ്രിന്റെ ഫത്വ പുറപ്പെടുവിച്ചു. दाल ദജ്ജാൽ എന്ന് പറഞ്ഞു. നഊദു ബില്ലാ. मुल्क में आपके खिलाफ മുഴുവൻ രാജ്യത്തും नफरत और അങ്ങേക്കെതിരിൽ വെറുപ്പിന്റെയും ശത്രുതയുടെയും അഗ്നി ജ്വലിപ്പിച്ചു. എന്നാൽ ഒരു കേസിൽ അങ്ങയുടെ വക്കീൽ में മൗലവി मौलवी मोहम्मद हुसैन के खानदान के बारे में മുഹമ്മദ് ഹുസൈൻ സാഹിബിന്റെ കുടുംബത്തെക്കുറിച്ച് ചില കുത്തുവാക്കുകൾ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായ നിലയിൽ വിലക്കുകയുണ്ടായി. വക്കീൽ മൗലവി ഫസലുദ്ദീൻ സാഹിബ് അനഹമ്മദിയായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, कि മീസ സാഹിബ് अजीब അത്ഭുതമുളവാക്കുന്ന വ്യക്തിത്വമാണ്, अजीब अखलाक के मालिक हैं അത്ഭുതകരമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഒരാൾ അദ്ദേഹത്തിന്റെ അഭിമാനത്തിന്മേലല്ല ജീവനുമേൽ ആക്രമണം നടത്തുന്നു. അതിനു മറുപടി ആയിക്കൊണ്ട് जब उसकी शादी അയാളുടെ വാദത്തെ ദുർബലപ്പെടുത്തുന്നതിനു വേണ്ടി बाद सवालात किए जाते ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഞാൻ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദം നൽകുകയില്ല എന്ന് പറഞ്ഞു വിലക്കുന്നു. इन्हीं मौलवी മുഹമ്മദ് ഹുസൈൻ സാഹിബിനെ കുറിച്ച് തന്റെ ഒരു അറബി കവിതയിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഇപ്രകാരം കൂടി പറഞ്ഞിട്ടുണ്ട്, ഖതഅത ആദാദൻ ഖദ് ഗറസ്നാ ഫിസ് സബാ വലൈസ ഫുവാദി वलैसा फुआदी ഫിൽ വദാദി युकस्सिरु യുകസ്സിറു. यानी तूने അതായത് നീ ഈ സ്നേഹത്തിന്റെ വൃക്ഷത്തെ തന്റെ കൈകൊണ്ട് മുറിച്ചു കളഞ്ഞു. അത് നാം നമ്മുടെ യുവത്വകാലത്ത് ഹൃദയത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ എന്റെ ഹൃദയം സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും കുറവ് വരുത്തുന്ന ഒന്നല്ല. कमी और कोताही करने वाला नहीं। बहरहाल ഏതായിരുന്നാലും तो एक मिसाल ഇതൊരു ഉദാഹരണം മാത്രമാണ്. कि आपके मिशन അങ്ങയുടെ മിഷൻ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാർ ശ്രമം നടത്തി. അനേകം നാമധാരികളായ പണ്ഡിതന്മാർ അങ്ങയെ എതിർത്തു. അങ്ങേക്കെതിരിൽ കുഫ്രിന്റെ ഫത്വ പുറപ്പെടുവിച്ചു, ഇപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് इसी का ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ നമ്മെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. मुखालफत होती है। ये ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങളുടെ സ്വാധീനമാണ് ഇന്നും നാം इन मुखालफीन के जवाब में इनके खिलाफ എതിരാളികൾക്ക് മറുപടിയായിക്കൊണ്ട് ഇവർക്കെതിരിൽ സ്വഭാവപരമായ നിലവാരം ഉപേക്ഷിക്കുന്നില്ല. നിയമത്തെയും നമ്മൾ കയ്യിലെടുക്കാറില്ല. काश इन ഇവർക്ക് കാലഘട്ടത്തിലെ ഈ നീതിമാനായ വിധികർത്താവ് മസീഹും മഹ്ദിയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ और इस्लाम ഇസ്ലാമിന്റെ പ്രചാരണത്തിനും തൗഹീദിന്റെ സംസ്ഥാപനത്തിനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ഭരണം जो दिलों पर कायम होनी है, जमीनों അത് ഹൃദയത്തിൽ സ്ഥാപിക്കുകയാണ് വേണ്ടത്. രാജ്യങ്ങളുടെ മേലല്ല, मसीह मौत ഹൃദയങ്ങളിലാണ് സ്ഥാപിതമാക്കേണ്ടത്. कायम होनी है, അത് ഹദ്റത്ത് മസീഹ് മുഖേനമാണ് സ്ഥാപിതമാവുക. ना कि അങ്ങയുടെ ജമാഅത്ത് മുഖേനയായിരിക്കും സ്ഥാപിതമാവുക. ഏതെങ്കിലും വിധത്തിലുള്ള വാളുകൊണ്ടോ തോക്കുകൊണ്ടോ ശക്തി കൊണ്ടോ ആയിരിക്കുകയില്ല. തീവ്രവാദം വ്യാപിപ്പിച്ചുകൊണ്ടായിരിക്കുകയില്ല. ഇസ്ലാമിന്റെ പേരിൽ മർദ്ദിതരെ കൊന്നുകൊണ്ടല്ല. യൂറോപ്പിൽ നടക്കുന്ന സംഭവങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വ്യക്തികൾ സംഘടനകൾ ചെയ്യുന്നത്. ഇവിടെ ലണ്ടനിൽ 2 ദിവസം മുമ്പ് അക്രമപരമായ നിലയിൽ നിഷ്കളങ്കരായ ആളുകളെ കൊന്നുകളഞ്ഞത്, राह चलते വഴിയിലൂടെ നടന്നു പോകുന്ന യാത്രക്കാരുടെ മേൽ കാർ ഇടിച്ചു കയറ്റി ഒരു പോലീസുകാരനെ
കൊന്നുകളഞ്ഞു. तो ये इसी वजह ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ നാമധാരികളായ പണ്ഡിതന്മാർ लोगों की ആളുകൾക്ക് തെറ്റായ രീതിയിൽ മാർഗദർശനം നൽകിയിരിക്കുന്നു. ഇവിടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ ഇടുന്നതിനു പകരം അക്രമത്തിന്റെയും പൈശാചികതയുടെയും ചിന്തകളാണ് ഇട്ടിരിക്കുന്നത്. ऐसे में हम अहमदियों का काम है, जैसे पहले भी कहता रहा ഇത്തരം അവസരത്തിൽ നാം അഹമ്മദികളുടെ ജോലിയാണ്. ഏതുപോലെ ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിന്റെ സൗന്ദര്യം ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുക. അഹമ്മദിയത്തിനോടുള്ള എതിർപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഹമ്മദിയത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ചത് അങ്ങയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അയച്ചിട്ടുള്ളത്. ഇസ്ലാം ഇനി അങ്ങയിലൂടെ ആയിരിക്കും പ്രചരിക്കുക. के जरिए फैलना है. നാം हमने इस इस्लाम को ഈ ഇസ്ലാമിനെയാണ് പ്രചരിപ്പിക്കേണ്ടത്. हो रही हैं कत्ल वारत की ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കൊല്ലും കൊലയും നിഷ്കളങ്കരെ കൊല്ലുന്നത്, ഈ പ്രവർത്തനങ്ങളെ നാം ശക്തമായ നിലയിൽ എല്ലായിടത്തും അപലപിക്കേണ്ടതാണ്. ഇതിനെതിരെ ശബ്ദം ഉയർത്തണം. ആഘാതമേറ്റവരോട് അസഹാനുഭൂതി കാണിക്കേണ്ടതും നമ്മുടെ ജോലിയാണ്. ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അല്ലയോ മുഴുവൻ ജനങ്ങളെ കേട്ടുകൊള്ളുക, ഇത് ആകാശഭൂമികൾ സൃഷ്ടിച്ചവന്റെ പ്രവചനമാണ്. അവൻ തന്റെ ഈ ജമാഅത്തിനെ മുഴുവൻ രാജ്യങ്ങളിലും വ്യാപിപ്പിക്കും. തെളിവുകൾ കൊണ്ടും ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും എല്ലാവരുടെ മേലും ഇവർക്ക് വിജയം നൽകും. ആ ദിവസം വരാനിരിക്കുന്നു, അല്ല അത് സമീപസ്ഥമാണ്. कि दुनिया में सिर्फ ലോകത്ത് കേവലം ഈ ഒരു മതം മാത്രമേ ബഹുമാന പുരസ്സരം സ്മരിക്കപ്പെടുന്നതായി ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു ഈ മതത്തിലും ഈ ജമാഅത്തിലും അങ്ങേയറ്റം അസാധാരണമായ നിലയിൽ അനുഗ്രഹം ചൊരിയും. एक को जो इसके मादूम करने का फिक्र रखता है नामुराद ഇതിനെ തുളച്ചു നീക്കാൻ ചിന്തിക്കുന്ന ഓരോരുത്തരെയും പരാജിതരാക്കും. ഈ വിജയം എല്ലായ്പ്പോഴും ഉണ്ടാകും. ഏതുവരെ എന്നാൽ ഖിയാമത്ത് വന്നു ചേരും. से ठट्ठा करते हैं तो इस ठट्ठे से क्या ഇനിയും എന്നെ പരിഹസിക്കുകയാണെങ്കിൽ പരിഹാസം കൊണ്ട് എന്ത് നഷ്ടമുണ്ടാകാനാണ്? കാരണം പരിഹസിക്കപ്പെടാത്ത ഒരു നബിയും വന്നിട്ടില്ല. മസീഹെ മൗദിനെയും പരിഹസിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഏതുപോലെ അള്ളാഹു പറയുന്നു, യാ ഹസ്രത്തൻ അലൽ ഇബാദ് बात മാ യഅതീഹിം മിൻ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അടയാളമാണ്. कि हर എല്ലാ പ്രവാചകന്മാരെയും പരിഹസിക്കാറുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരുടെയും മുന്നിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന വ്യക്തി, मगर ऐसा आदमी जो तमाम लोगों के रूबरू അദ്ദേഹത്തോടൊപ്പം മലക്കുകളും ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ ആര് പരിഹസിക്കാനാണ്? ഈ തെളിവ് കൊണ്ടും मन समझ सकता है ബുദ്ധിയുള്ളവർക്ക് का आसमान से उतरना മനസ്സിലാക്കാം, झूठा ख्याल है. മസീഹെ മൗദ് ആകാശത്ത് നിന്ന് വരും എന്നുള്ളത് കേവലം തെറ്റായ ഒരു ചിന്താഗതിയാണ്. ഓർത്തുകൊള്ളുക, ആരും ആകാശത്ത് നിന്ന് വരികയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്റെ എല്ലാ എതിരാളികളും മരിച്ചൊടുങ്ങും. എന്നാൽ അവർക്കാർക്കും തന്നെ ഈസബിനും മറിയം ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതായി കാണാൻ സാധിക്കുകയില്ല. അതിനുശേഷം അവരുടെ ശേഷിക്കുന്ന സ്നാനങ്ങളും മരിച്ചൊടുങ്ങും. അവരിൽ നിന്നും ഒരാളും ഈസബിനും മറിയമിന് ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതായി കാണുകയില്ല. അതിനുശേഷം മക്കളുടെ മക്കളും മരിച്ചൊടുങ്ങും. അവരും മറിയമിന്റെ മകനെ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതായി കാണുകയില്ല. അപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ പരിഭ്രമം ഉണ്ടാക്കും. കുരിശിന്റെ മേധാവിത്വത്തിന്റെ കാലം കടന്നുപോയി. ലോകം നവീനഘട്ടത്തിൽ ആയിത്തീർന്നു. എന്നിട്ടും മറിയമിന്റെ മകൻ ഈസ ആകാശത്ത് നിന്ന് ഇനിയും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ബുദ്ധിമാന്മാർ ഒന്നിച്ച് ഈ വിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കും. ഇന്നു മുതൽ 3 നൂറ്റാണ്ട് കടന്നുപോവുകയില്ല. कि ईसा के इंतजार करने वाले क्या ഈസയെ പ്രതീക്ഷിച്ചിരിക്കുന്ന മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അങ്ങേയറ്റം നിരാശരും പരിഭ്രമമുള്ളവരുമായി തീർന്നുകൊണ്ട് ഈ വ്യാജ വിശ്വാസത്തെ ഉപേക്ഷിക്കും. ലോകത്തെ ഒരേ ഒരു മതവും ഒരേ ഒരു നേതാവും മാത്രമാകും. ഞാനൊരു ബീജാവാപം നടത്തുന്നതിനു വേണ്ടിയാണ് വന്നത്. അതെന്റെ കൈകൊണ്ട് ബീജാവാപം നടത്തപ്പെട്ടിരിക്കുന്നു. ഇനി അത് വളരുകയും പുഷ്പിക്കുകയും ചെയ്യും. ഇതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ മസീഹിനാൽ നടപ്പെട്ട ഈ വിത്ത് हमने अगर इसकी सब शाखें बनना है तो हमारा അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അഥവാ ഇതിന്റെ പച്ചളിപ്പുള്ള ശാഖകളാകണം നാം എങ്കിൽ നമ്മുടെ ജോലി ഏതുപോലെ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലിഖിതങ്ങളിൽ നിന്നും अमाल കർമ്മങ്ങളിൽ നിന്നും തെളിയുന്നത് പോലെ നാം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും റസൂൽ തിരുമേനിയോടുള്ള ഇഷ്കിലും തങ്ങളുടെ കർമ്മങ്ങളിലും മനുഷ്യ സമൂഹത്തോടുള്ള സ്നേഹത്തിലും സഹാനുഭൂതിയിലും ഈ വിധത്തിൽ ആയിത്തീരുക. നമ്മുടെ എല്ലാ കർമ്മങ്ങളിൽ നിന്നും അത് കാണാൻ സാധിക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله نحمده
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر